എന്തിനു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ നൽകിയത്? പൾസ് സുനി, റിപ്പോർട്ടർ ടിവിയുടെ ഒളിക്യാമറയിൽ. ഈ കുറ്റബോധം ഉണ്ടോയെന്ന് ചോദിച്ചില്ല. കുറ്റബോധം മീൻസ് കുറ്റബോധം ഉണ്ടാവണമെങ്കിൽ എന്നോട് പറഞ്ഞതിൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ല ചെയ്യാതെ തന്നെയുള്ള കാര്യങ്ങളാണ്. റോഷനെ ഞാൻ ഒന്ന് ബാക്കി റോഷേട്ടൻ മനസ്സിലാക്കുക. അതാ എന്തെങ്കിലും അവളെ കാണുമ്പോൾ ചോദിക്കുക. പലതവണ ഷൂട്ട് ചെയ്തു സ്വമേധയാ ചെയ്യുന്നതായി വിഷ്വലിൽ കാണണം. ആദ്യം ഇതുപോലൊരു സംസാരം നടന്നിട്ടുണ്ടാവില്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ നേരത്തെ സംഭവത്തിന്റെ A to Z ഒക്കെ അറിയാം. പിന്നെ ഈ പറഞ്ഞ ആളെ ഞാനും പറയണേ ഇത് എത്ര മണിയെന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ അന്ന് ആ കാശ് മേടിച്ചിരുന്നെങ്കിൽ ജയിലിൽ പോവില്ല. സംഭവങ്ങളൊക്കെ ലൈവായിട്ട് വേറെ ആൾക്കാരെ വേണ്ടല്ലോ. എൻ്റെ പുറകെ ആളുണ്ടല്ലേ, എൻ്റെ പുറകെ ആളുണ്ട്. ഇവൻ ചെയ്യണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ന സമയം ഇതൊക്കെ വേറെ വഴിയിൽ വേറെ ആൾക്കാർ നോക്കിയാൽ തന്നെ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കൂറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചതിയാൻ അത് പറ്റില്ല. അത് ഈ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ പരിപാടി പിന്നെ അവനെ അറിയാവുന്ന ആൾക്കാരാണ്. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഷിയുടെ എൻ്റെ അടുത്തൊരു കാര്യം പറയണം. എന്നത് ഈ സഹിക്കണം കുടുംബം. പിന്നെ അവിടെ ഞാൻ അത് എൻ്റെ ബുദ്ധിമുട്ടായിട്ട് കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്നെ പേടിയിട്ടുണ്ടാവില്ല. പക്ഷെ റോഷിനെ ഇങ്ങനെ റോഷി ഞാൻ ആ രീതിയിൽ നിൽക്കും റോഷിയിടാം. അല്ലാണ്ട് എങ്ങനെ ഞാൻ നിൽക്കണ്ടേ? ഈ വീഡിയോ ചിത്രീകരിക്കൽ മാത്രമായിരുന്നു അവളാണ് ഇതിൻ്റെ ഇത്. അത് ജസ്റ്റ് ഒന്നൊരു കൂട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ പറയണടാ അപ്പൊ എനിക്കല്ലേ അത് കിട്ടിക്കഴിഞ്ഞാൽ ആൾ പറയണത് അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കയ്യിലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏറ്റവും നിർണായകമായ അടുത്ത ഘട്ട ബ്രേക്കിംഗുമായി റോഷി വീണ്ടും ചേരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊട്ടേഷൻ? അത് ദിലീപിന്റെ കുടുംബം തകർത്തതിനുള്ള പകരം വീട്ടാനാണ് 1.5 കോടി രൂപയ്ക്ക് 70 ലക്ഷം രൂപ നൽകി ഈ കൊട്ടേഷൻ ദിലീപ് നടത്തിയത് എന്നതാണ് പൾസ് സുനി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഈ സംഭവം നടക്കുമ്പോഴെല്ലാം ഈ വിവരങ്ങൾ തത്സമയം ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പലതവണ ഈ ദൃശ്യങ്ങൾ പകർത്തി അതിന് മെമ്മറി കാർഡായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഈ അക്രമം ചെയ്യാൻ പോകുന്ന സമയത്ത് സുനിയോട് അതിജീവിത പറഞ്ഞുവത്രേ, ഈ അക്രമം കാട്ടാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം തരാമെന്ന് കരഞ്ഞു പറഞ്ഞു അതിജീവിത. എന്നിട്ടും പൾസ് സുനി കേട്ടില്ല. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ തനിക്ക് കഴിയാമായിരുന്നു എന്നുകൂടി പറയുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള വലിയ ഓഫർ ഈ പറയുന്ന കൊട്ടേഷൻ നൽകിയ സംഘം നൽകി എന്നാണ് പൾസ് സുനി പറയുന്നത്. അതുകൊണ്ട് തന്നെ പൾസ് സുനി ഈ കേസിൽ അതിജീവിതയെ വെറുതെ വിട്ടില്ല. പലതവണ ആക്രമിച്ച് പലതവണ ദൃശ്യങ്ങൾ പകർത്തി എന്നും നമ്മളോട് പറയുന്നുണ്ട് പൾസ് സുനി. റോഷി, ഇത് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ്. അതായത് സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ ഈ കാറ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ളിൽ വെച്ച് പലതവണ ഈ അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അതിന് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത പൾസ് സുനി ഈ സമയം തത്സമയ വിവരങ്ങളെല്ലാം മറ്റൊരാൾ അറിയുന്നുണ്ടായിരുന്നു എന്നാണോ നമ്മളോട് പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ പുറത്തു വന്ന ആ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ അത് നമ്മുടെ മനസാക്ഷിയെ പോലും വിറങ്ങലിപ്പിക്കുന്നതാണ്. കാരണം 2 മണിക്കൂർ സമയം, അത് 2017 ഫെബ്രുവരി 17 രാത്രി കൊച്ചി നഗരത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് പരിശോധനകളുള്ള ആ നഗരത്തിലാണ് ഒരു വാഹനത്തിൽ യുവനടി, കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ യുവനടി ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നത്. അത് മണിക്കൂറുകളോളം പീഡനത്തിന് ഇരയാകുന്നു. അവർക്കാവശ്യമായ ആ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതുവരെ തുടർച്ചയായി പീഡിപ്പിക്കുന്നു. ആ നടിയുടെ പ്രതിരോധം പോലും തകർത്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഈ കൊട്ടേഷൻ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിച്ചപ്പോൾ നടി കരഞ്ഞ് കേണപേക്ഷിച്ചു ഈ പൾസ് സുനിയോട്. ഞാൻ എന്തു വേണമെങ്കിൽ, എത്ര പണം വേണമെങ്കിൽ നൽകാം, തന്നെ ഒഴിവാക്കണം, തന്നെ ആക്രമിക്കരുതെന്ന് കണ്ണീരോടെ പറഞ്ഞ ആ നടിയുടെ കരച്ചിൽ കേൾക്കാതെയാണ് ക്രൂരമായ ആ പീഡനത്തിലേക്ക്
ഈ മുഖ്യപ്രതി കടക്കുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തുക, ആ മെമ്മറി കാർഡ് ഈ ഏൽപ്പിച്ച കൊട്ടേഷൻ നൽകിയ ആളുടെ കൈകളിലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം. അത് കൃത്യമായി പറയുന്നു. എന്തുകൊണ്ട് ആ പണം വാങ്ങിയില്ല? പണം വാങ്ങിയിരുന്നെങ്കിൽ താൻ ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലായിരുന്നു എന്ന കുറ്റബോധത്തോടെ പൾസർ സുനി പറയുമ്പോഴും ഒരു കാര്യം, ഈ കൊട്ടേഷൻ നൽകിയ ആ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രത്തിലെ ആ പ്രമുഖൻ, ആ നടൻ ദിലീപ് എന്ന് പൾസർ സുനി പറയുന്ന ഈ കേസിലെ 8ാം പ്രതിയോടുള്ള കമ്മിറ്റ്മെന്റ്, ആ ഉത്തരവാദിത്വം, ആ വിശ്വാസ്യത നിലനിർത്താൻ ആ പീഡനത്തിന്റെ സമയത്ത് ശ്രമിച്ചു. ഇനി അല്ലെങ്കിൽ നിരീക്ഷണത്തിലാണ് താൻ, തനിക്ക് കൊട്ടേഷൻ നൽകിയവരുടെ നിരീക്ഷണത്തിലാണ് താനെന്ന് കൃത്യമായ ബോധ്യം കൂടി പൾസർ സുനിക്കുണ്ടായിരുന്നു എന്ന ആ വെളിപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ താൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ തൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും, അതുകൊണ്ട് വാക്ക് പാലിക്കുന്നുവെന്നാണ് പൾസർ സുനി പറഞ്ഞത്. അതുകൊണ്ടാണ് പണം ഈ ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്നും സ്വീകരിക്കാതിരുന്നത്. ആ വാഗ്ദാനം നിരസിക്കാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും മനസ്സിനെ വേദനിപ്പിക്കുന്ന, ആ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ദൃശ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിൻ്റെ ഘട്ടത്തിൽ വരുന്നത്. ഏതായാലും ഈ കേസിൽ താൻ ഓരോ നിമിഷവും ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ താൻ നിരീക്ഷണത്തിലാണ്. പല ആളുകളും ഈ സംഘത്തിലുണ്ടായിരുന്നു. കാരണം ഒരു വലിയ സംഘമാണ് ഈ ക്രൂരമായ പീഡനത്തിന് തയ്യാറെടുത്ത് ഗൂഢാലോചന നടത്തി പോകുന്നത്, ആ കൃത്യം നിർവഹിക്കാൻ. അവർക്കൊപ്പം ഉണ്ടായിരുന്നവർ കൃത്യമായി തത്സമയം കൊട്ടേഷൻ നൽകിയവർക്ക് വിവരങ്ങൾ കൈമാറുന്നു. താൻ ആ കുറ്റകൃത്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ആ ഫോണിൻ്റെ മറുതലക്കിൽ ആ കൊട്ടേഷൻ നൽകിയ ആൾ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി പൾസർ സുനി ഈ 2ാമത്തെ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 2017 ഫെബ്രുവരി 17 ഒരുപക്ഷെ ഈ നടിയുടെ ജീവിതമാകെ, നടിയുടെ കരിയറാകെ തകർത്ത, ഒരു വലിയ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്ത ആ പീഡനം, അതും അർദ്ധരാത്രിയല്ല, അതിനു മുമ്പുള്ള സമയത്തായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ആ സമയത്ത് പോലീസിൻ്റെ നിരീക്ഷണം പോലും ഭേദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ആ നടിയെ, യുവനടിയെ ക്രൂരമായി പലതവണ, ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, അത് കൃത്യമായി ഈ കേസിലെ പ്രതികൾ പോലീസിന് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തതാണ്. 2 മണിക്കൂർ നേരം മാനസികമായി, ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട് ആ വാഹനം നഗരത്തിലൂടെ വട്ടം ചുറ്റുകയായിരുന്നു എന്നതാണ്. ആലുവ സബ് ജയിലിൻ്റെ പരിസരത്തു കൂടി അടക്കം ഈ വാഹനം, ഏറ്റവും സുരക്ഷിതമായ സബ് ജയിലിൻ്റെ പരിസരത്തു കൂടി അടക്കം ഈ നടിയെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഈ വാഹനം സഞ്ചരിച്ചിരുന്നു എന്നാണ് പിന്നീട് തെളിഞ്ഞത്. അരുൺകുമാർ, നടക്കുന്ന സമയം, ഈ രാത്രി സമയത്ത്, അതായത് അർദ്ധരാത്രി പോലും ആയിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അക്രമം നടക്കുന്ന സമയത്ത്, ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഈ നടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്ത്, ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ വിവരങ്ങളെല്ലാം കൊട്ടേഷൻ നൽകിയ സംഘം അറിയുന്നുണ്ടായിരുന്നു എന്നുകൂടി പൾസർ സുനി പറയുന്നില്ലേ? അരുൺകുമാർ, അത് പ്രധാനപ്പെട്ടതാണ്. പൾസർ സുനി ഈ കുറ്റകൃത്യത്തിൽ നിന്നും മാറാൻ, തന്നെ പീഡിപ്പിക്കാതിരിക്കാൻ പൾസർ സുനിയോട് ആ നടി അത് കേണപേക്ഷിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യാൻ തീരുമാനിച്ചത്, ആ പണം വാങ്ങാതിരുന്നത് ഈ കൊട്ടേഷൻ നൽകിയ സംഘത്തോടുള്ള വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടിയാണെന്ന് പൾസർ സുനി ഈ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, കൃത്യമായി കൊട്ടേഷൻ നൽകിയവർ തത്സമയം വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അതിന് ആളുകളുണ്ടായിരുന്നു. തൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ കൃത്യമായി വിവരങ്ങൾ കൈമാറുന്നു. താൻ നിരീക്ഷണത്തിലാണ്. ഈ പണി ഏറ്റെടുത്തു കഴിഞ്ഞാൽ താൻ പിന്നീട് നിരീക്ഷണത്തിലാണ്. താൻ ഈ പണി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് കൊട്ടേഷൻ നൽകിയവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അവർക്ക് കൃത്യമായി നിമിഷങ്ങൾക്കനുസരിച്ച് വിവരങ്ങൾ അവരുടെ ചെവികളിലേക്ക് എത്തുന്നുണ്ട് എന്നുകൂടി പൾസർ സുനി പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അങ്ങനെയെങ്കിൽ ആ കുറ്റകൃത്യം നടന്ന വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ കൈകളിലെ ഫോൺ കോൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർ ഫോണിൽ ഈ കൊട്ടേഷൻ നൽകിയവർക്ക് ബന്ധപ്പെടുത്തി അവർ ആ ഫോൺ കണക്ട് ചെയ്തിരുന്നോ എന്ന കാര്യം നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്.